ഭ്രമയുഗം എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാകും, ഫുൾ എനർജി ലെവലിൽ ആറാടുന്ന ആ പഴയ മമ്മൂക്കയാണ് തിരികെ എത്തിയതെന്ന്. അതിനു പിന്നിലെ രഹസ്യം ഇത്രയേയുള്ളൂ. സൂപ്പർ താരമായിട്ടും നല്ല യുവ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള മമ്മൂക്കയുടെ മനസ്സ്. ഭൂതകാലം എന്ന ഷെയ്ൻ നിഗം ചിത്രത്തിൻ്റെ സംവിധായകൻ രാഹുൽ സദാശിവത്തിൻ്റെ ചിത്രമാണ് ഭ്രമയുഗം. ഇക്കാലത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൻ്റെ കഥ സ്വീകരിക്കാൻ ഏതു യുവനടനും ഒന്ന് മടിക്കും. അവിടെയാണ് മമ്മൂക്ക യെസ് പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി പുതുമുഖ സംവിധായകരുടെ പരീക്ഷണ ചിത്രങ്ങളാണ് മമ്മൂക്ക തിരഞ്ഞെടുത്തത്. എല്ലാം തന്നെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിക്കുകയും ചെയ്തു. എന്നാൽ ഭ്രമയുഗത്തിലെ ഈ പ്രകടനത്തിൻ്റെ എനർജി ലെവൽ ഒന്ന് വേറെ തന്നെ. മമ്മൂക്കയുടെ ശബ്ദവും ശരീരവുമെല്ലാം പൂർണ്ണമായും 90കളിലെ ആ പഴയ ഊർജത്തിലേക്ക് മടങ്ങിയെത്തി. 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. പാകതയുള്ള ഈ പ്രകടനം തിയേറ്ററുകളിൽ ഉണ്ടാക്കുന്ന ഓളവും ചില്ലറയാണ്. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. യുവനിരയെ മുഴുവൻ തൂക്കി മാറ്റുന്ന ഈ പ്രകടനത്തിലൂടെ ഇക്കൊല്ലത്തെ അവാർഡുകളും മമ്മൂക്ക തന്നെ കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്. തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും മമ്മൂക്കയുടെ ആ ശബ്ദത്തിന്റെ പവർ ഇനി തിയേറ്ററുകളിൽ ഇടിമുഴക്കമാകും. കലിയുഗാനിക്കൊക്കെ വികൃത രൂപം. ഈ ಬ್ರಹ್ಮಯುಗ ಇಂದ ಆಟ ನನ್ನ ಬರೆದು ಕಾಲ ಯಾವಾಗಲೂ ತುಂಬಾ ವಿಚಿತ್ರವಾಗಿರುತ್ತೆ. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം.